പ്രൊപ്പറേറ്റർഷിപ്പാണ്. എന്തൊക്കെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വരുന്ന ലിമിറ്റേഷനാണ് ലിമിറ്റഡ് റിസോഴ്സസ്. കാരണം ഇവിടെ ഒരൊറ്റൊരാളായിരിക്കും ഈ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. സോ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരൊറ്റൊരാൾക്ക് സ്വന്തം പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ, ബോറോയിങ്സ് എടുക്കാം, ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുക്കാനൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഇവിടെ ലിമിറ്റഡ് റിസോഴ്സസ് എന്നുള്ള ആസ്പെക്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റഡ് ലൈഫ് ഓഫ് ദ ബിസിനസ് കൺസേൺ. അതിനെന്താ പറയുന്നത്? അതായത് ഇവിടെ അയാൾക്ക് അയാളുടെ മരണമോ അല്ലെങ്കിൽ അയാൾക്ക് കടബാധ്യത കൂടുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഫിസിക്കലി അയാൾക്ക് പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അയാൾ ജയിലിൽ അടക്കപ്പെടുകയോ അങ്ങനെ അയാൾക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബിസിനസ് കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടാവില്ല. അതാണ് ലിമിറ്റഡ് ലൈഫ് ഓഫ് എ ബിസിനസ് കൺസേൺ. നെക്സ്റ്റ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റിയെ അടുത്ത് എന്താ പറയുന്നത്? അയാളാണ് ഈ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അയാൾ ഒരാളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതാണ് ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അൺലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി. ആ ഒരാൾ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും എന്തായിരിക്കണം, എക്സ്പെർട്ട് ആവണം എന്ന് നിർബന്ധമില്ല. സോ അതാണ് ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി. ഒരാളെ നിയമിക്കാനും അയാൾക്ക് എന്ത് വേണം, കൂടുതൽ ക്യാഷ് വേണം. അവിടെ റിസോഴ്സസ് അയാൾക്ക് എന്താണ്, കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി എന്നുള്ളത് മറ്റൊരു ലിമിറ്റേഷനാണ്.